നമ്മളെന്താ പറയുന്നുണ്ടല്ലോ തൊപ്പിയുടെ സ്കോഡ് മൊത്തത്തിൽ നിൽക്കേണ്ടി വരും മനസ്സിലായി. എന്നാലും പറ്റുമെന്ന് തോന്നുന്നു. തൊപ്പിന് ഇപ്പോഴത്തെ പുതിയ സ്കോഡ് ഉണ്ടല്ലോ മറ്റേ തൊപ്പിയും തൊപ്പിയുടെ കൂട്ടരും അവര് മൊത്തത്തിൽ നിൽക്കേണ്ടി വരും തോന്നുന്നുണ്ട്. മോനെ തൊപ്പിക്കൊരു കാലം ഉണ്ടായിരുന്നു. നീയൊക്കെ തൊപ്പിന്റെ മുന്നിൽ വരാൻ മുട്ട് പറക്കുന്ന ഒരു കാലം തൊപ്പിക്കുണ്ടായിരുന്നു കുറച്ചു കാലം മുന്നേ. അതൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. ആ ടൈം നീ ഏറ്റ പരാജയങ്ങള് നീ ആലോചിച്ച് നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ കുറച്ച് ഫീൽഡ് ഔട്ട് തന്നെയാടാ. ശരിയാടാ, ഞാൻ കുറച്ച് ടച്ച് വിട്ടിട്ടുള്ളത്. അത് കളി ഞാൻ കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ബോണ്ടി ഉണ്ടപ്പുട്ടകളി ഒന്നിച്ച് കളിച്ചിട്ട് ഞാൻ ഇവന്മാരെ കളി ആയിപ്പോയി. ഈ മരം അത് നീ പറഞ്ഞത് ശരിയാണ്. ഈ തീട്ട സ്ക്വാഡിനെ ഒന്നിച്ച് ഞാൻ ഏടി എത്തൂല. ശരി തന്നെ. ഗെയിമിൽ ഞാൻ ഏടി എത്തൂല. ശരി തന്നെ. ഓക്കെ. പക്ഷെ എനക്കൊരു കാലം ഉണ്ടായിരുന്നു. MRG തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു BGMI പ്ലെയർ പണ്ടുണ്ടായിരുന്നു. അത് നീ ചിന്തിച്ചാൽ മതി. ഓക്കെ. അതിൽ നീ തോറ്റ കളികളും ഇതുവെല്ലാം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ. ഇപ്പൊ ശരി തന്നെയാണ്. എന്റെ കളി കുറച്ച് ഇതായിട്ടുള്ളത് മോനെ. അത് ഞാൻ തിരിച്ചു പിടിക്കും. പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യും. ഇതിന് ഞാൻ റിവെഞ്ച് എടുത്തിരിക്കും. ഓക്കെ. കുറച്ച് ടൈം എടുക്കുമായിരിക്കും. പക്ഷെ ഇതിന് ഞാൻ റിവെഞ്ച് എടുത്തിരിക്കും. ഇന്നത്തെ കളി തന്നെ നമുക്ക് ഇതാക്കാം. ഇന്നത്തെ കളി തന്നെ നമുക്ക് അതിന് തിരിച്ചു കൊടുക്കാം. ഇത് നീയുമായിട്ട് ബന്ധമില്ലടാ. സോഡാ കുപ്പി ടീമിനെ പറഞ്ഞവര് നമ്മളെ ടീം തീട്ടം തന്നെയാണ്. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. അതിലെന്താ തെറ്റ്? നമ്മളെ ടീം എന്ത്? നമ്മളെ ടീം ഒരു തീട്ടം തന്നെയാണ്. പിന്നെ വില കുറച്ച് കാണില്ല. എന്താണ് നീ എന്താ ചെയ്തത്? കടൽക്കാറ്റ് വരുന്നെന്ന് പറഞ്ഞ നീ ഇതിന്റെ അടിയിലാന്ന് പോയിട്ട് വിളിച്ചത്. അതിന്റെ കാര്യമല്ല ഞാൻ പറയും. ഇത് ഞാനും സായിപ്പും തമ്മിലുള്ള TDMന്റെ കാര്യം. ഓക്കെ. പണ്ടത്തെ വ്യൂവേഴ്സിനെ അറിയാം. പണ്ടത്തെ വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ട്. ലൈവില് എന്താ വിളിച്ചേ മോനെ? അത് ടോളിലാ വിളിച്ചേ? അത് മര്യാദ. എടാ നായിന്റെ പോലെ അല്ലല്ലോ മര്യാദ. നായിന്റെ മോനെ എന്നല്ല മര്യാദ. അത് ഞാൻ മറന്നുപോയി. മറന്നുപോയ പണിഷ്മെന്റ് അല്ല. നായിന്റെ മോനിക്ക് പണിഷ്മെന്റ് ഉണ്ടോ? അതിന്റെ മോനിക്ക് പണിഷ്മെന്റ് ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഇനി ഇന്നലെ ആരോ വിളിച്ചപ്പോ നീ വിളിച്ചോ? ആരോ ഒരാൾ ഇന്നലെ വിളിച്ചോ? പണിഷ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഇവ ഇപ്പൊ ഡെയിലി വിളിക്കുന്നുണ്ടോ 3 നേരം വെച്ചിട്ട്? ഇതെന്താ ആന്റിബയോട്ടിക്? വിളിക്കുന്നുണ്ട്. ആരായാലും എന്താ സായിപ്പ് ലെജൻഡ്. എടാ സായിപ്പ് ലെജൻഡ് തന്നെ മോനെ. ഐ അഗ്രി. സായിപ്പ് ലെജൻഡ് തന്നെയാണ്. പക്ഷെ ഞാനൊരു ലെജൻഡ് ആയിരുന്നേ. ഓക്കെ ശരിയാണ്. ഇപ്പൊ എന്താ പണ്ടെന്തായിരുന്നു എന്നുള്ളതിലല്ല, ഇപ്പൊ എന്താണെന്നുള്ളതിൽ തന്നെയാണ് കാര്യം. പക്ഷെ ഞാൻ ഗെയിമിൽ ഇറങ്ങിയിട്ടില്ല. ഇപ്പം എന്റെ തെറ്റാണോ? എന്റെ തെറ്റാണല്ലേ? ശരി തന്നെ. ശരി തന്നെ. ഇപ്പൊ എന്റെ കളി കുറവല്ലേ? പോട്ടെ, കുഴപ്പമില്ല. ഞാൻ കളി ഒന്ന് ഇമ്പ്രൂവ് ആക്കിയിട്ട് പിന്നെയും പോയി ഞാൻ തോപ്പിക്കും. എടാ ഞാൻ കഴിഞ്ഞ എന്റെ പ്രൈമില് പണ്ടത്തെ കാര്യം എന്നല്ല ഞാൻ പറയുന്നത്. ഈ അടുത്ത് ഈ ഒരു കൊല്ലം മുന്നേ ഞാൻ കളിച്ച കളിയിൽ വരെ ഞാൻ സായിപ്പിനെ തോപ്പിച്ചിട്ടുണ്ട്. ആണോ ഇല്ലയോ? അതിന്റെ വീഡിയോ എല്ലാം അതിൽ തന്നെ ലൈവിലും ആടിയിടെല്ലാം ആയിട്ടുണ്ട്. ഞാൻ അവിടെ കിക്കിലോ ഏതോ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്യുമ്പോൾ ഞാൻ തോപ്പിച്ചിട്ടുണ്ട്. മനസ്സിലാവും? അങ്ങനെയല്ല. അത് ഒരാൾക്ക് ഓരോ പ്രൈം ഉണ്ട്. ഓരോ പ്രൈം ടൈം ഇതുപോലെ ഉണ്ടാവും. മനസ്സിലാവും? ഇതുവരെ ഞാൻ തോപ്പിക്കാത്തൊരു പ്ലെയറാന്ന് എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയുന്നെങ്കിൽ ഓക്കെ ശരി. സായിപ്പ് അൺബീറ്റബിൾ ആണെന്ന് അറിയാം. അൺബീറ്റബിൾ എന്ന് പറഞ്ഞാൽ വേറൊരു ലീഗാണ്. അവരോട് നമ്മൾ ഇതാക്കാൻ നിൽക്കൂല. മനസ്സിലാ? അവരോട് നമ്മൾ സംസാരിക്കാൻ നിൽക്കൂല. ഓക്കെ. അങ്ങനത്തെ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ ജോനതെല്ലാം ബീറ്റബിൾ ആണ്. ഞാൻ പറഞ്ഞത് ചൈനീസ് പ്ലെയറിലും ഓക്കെ ഭയങ്കര അത്രയും വലിയ അൺബീറ്റബിൾ. അതായത് അയാൾ നമുക്ക് ഒരിക്കലും തോപ്പിക്കാൻ പറ്റില്ല. ഇതുവരെ നമ്മൾ അയാളെ തോപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു ഇതാണെങ്കിൽ അയാളോട് നമ്മൾ വെല്ലുവിളിക്കാൻ ഇതാക്കാൻ. പക്ഷെ സായിപ്പിനെ ഞാൻ തോപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ എന്റെ പ്രൈമിലുള്ള ടൈമിൽ ഞാൻ തോപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ പ്രൈമിലേക്ക് ഇനി എത്തുകയും ചെയ്യും. ഓക്കെ. സായിപ്പും തോപ്പിച്ചിട്ടുണ്ട്. ശരിയാ. സായിപ്പ് എന്നെയും തോപ്പിച്ചിട്ടുണ്ട്. ഞാൻ സായിപ്പിനെ തോപ്പിച്ചിട്ടുണ്ട്. അതിന് അപ്പൊ അതിൽ ഇതില്ലല്ലോ. ഇപ്പൊ ആരാണെങ്കിൽ ഏത് സമയത്താണ് പ്രാക്ടീസ് ചെയ്ത് കയറാം. മനസ്സിലാവും? ഗെയിം എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയാണോ? ഒരാളി നോക്കും, ഒരാളി ചോദിക്കും. വാട്ടവർ ആയാലും വിടും. കോൾസ് ആയിപ്പോ ഇല്ല. ഞാൻ പറയാലോ മുത്തേ, നമുക്ക് ഈ വർത്താനം പറഞ്ഞ് മറുപടി പിടിക്കുന്ന പരിപാടിക്ക് ഞാൻ ഇല്ല. ഓക്കെ. കളിച്ച് ഞാൻ സെറ്റായതിനു ശേഷം മാത്രമേ, ഞാൻ റെഡിയായി നിനക്ക് തോന്നിയാൽ മാത്രമേ ഞാൻ സായിപ്പിനെ വിളിക്കും. ഓക്കെ. ഇതാരാ വിളിക്കുന്നത് നോക്കിയാ? ഒരാള് വിളിക്കുന്നുണ്ട് നമ്മളാ. ഇതാളാരാ? സീക്രട്ട് ഏജന്റ് സീക്രട്ട് ആയിട്ട് വിളിക്കുന്നുണ്ട്. മുത്തേ ലൈവ് അത് ആൾക്കാർ മൊത്തം കേട്ടോണ്ടിരിക്കുന്നത്. സീക്രട്ട് എല്ലാം പൊളിഞ്ഞ് അല്ല ലൈവ് ആൾക്കാർ മൊത്തം കേട്ടോണ്ടിരിക്കുക. പറ. ഞാൻ എന്താ വിളിച്ചത്? നീയല്ലേ ഇങ്ങോട്ട് വിളിച്ചേ? അയ്യോ സോറി. ഓക്കെ. ഞാൻ നിന്റെ ലൊക്കേഷൻ ചോദിക്കാൻ വേണ്ടി വിളിച്ചാ. നീ വാട്സാപ്പിൽ ഒന്ന് ലൊക്കേഷൻ അയച്ചു നോക്ക്. ഞാൻ ലൈവ് കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. തൃപ്പൂണിത്തുറ അല്ല ലൈവാ. നീ ലൊക്കേഷൻ അയച്ചു നോക്ക്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ ബൈ.
സീക്രട്ട് ഏജന്റിന്റെ സീക്രട്ട് ഇപ്പൊ പുറത്തായാലും സീക്രട്ട് ഏജന്റ് മലപ്പുറം കുറേ ആയി കണ്ടിട്ടോ അവനെ. എനിക്കൊന്ന് ഒരു കൊല്ലം നമ്മള് ഏകദേശം ഒരു വർഷം കൂടുമ്പോ ഒരിക്കൽ കാണുക. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത് ഞാനും സീക്രട്ട് ഏജന്റ്. കഴിഞ്ഞ വർഷമാണ് ഒരു 5-8 മാസമായി തോന്നുന്നു. എനിക്ക് കാണണോ? ആ നീ ഇവരും കൂട്ടാ സീക്രട്ട് കോമാളിനെ കാണാൻ പോകുന്നില്ല. ഞാൻ കണ്ടിട്ടില്ല, വരുങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. എനക്കും കാണണം. ആ സർക്കസിൽ കൊണ്ടുപോട്ടോ. അതില്ല അതായത് ഞാൻ സ്ക്രീനിൽ മാത്രം നേരിട്ട് കണ്ടിട്ടില്ല. അതായത് ശരിക്കും ആ സൂല് ആനിമലിനെ കാണുന്ന പോലെ. ആ സീക്രട്ട് തന്നെ ഞാനും കൊല്ലത്തിലൊരിക്കൽ കാണുക. കാര്യം പറയല്ല, എപ്പെങ്കിലും ഒരിക്കൽ നമ്മൾ കാണും. കോളും ചെയ്യില്ല. കോള് ഒരു 6 മാസം കൂടുമ്പോ ഒരിക്കലേ വിളിക്കും. പക്ഷെ നമ്മള് ഭയങ്കര കമ്പനിയാണ്. ഭയങ്കര കമ്പനി എന്നല്ല, കണ്ടു കഴിഞ്ഞാൽ നമ്മള് കൊറേ സംസാരിക്കും. അങ്ങനെ സ്പിന്ന് എന്തിന്റെ സ്പിന്നാ തൊപ്പി? ഞാൻ സ്ട്രീമിനെ പറ്റി സംസാരിക്കാൻ എനിക്കും തുടങ്ങാം. സ്ട്രീമിംഗ് ഇൻസ്പയർഡ് ബൈ യു. ചക്കര തൊപ്പി. ഞാൻ ചക്കര തൊപ്പി ഞാൻ നാളെ മെസ്സേജ് ഇടാം. ചക്കര പൊട്ടുന്ന സ്ട്രീമിങ്ങിനെ പറ്റി സംസാരിക്കാനാണ്. അവിടെ ഞാൻ ഒരു കാര്യം പറ്റേ, കുറേ ആൾക്കാർ സ്ട്രീമിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ എന്നോട് ഡൗട്ട്സ് ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ട്രീമിങ്ങിന്റെ ഈ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സ്ട്രീമിംഗ് സ്കൂൾ നടത്തുള്ള കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. മനസ്സിലായി? നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു പരിപാടി ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലാവും? അതിന്റെ ചാപ്റ്ററുകളും അതിന്റെ കരിക്കുലെല്ലാം ഇങ്ങനെ സെറ്റായി വരാം. നോക്കാം. സെക്യൂരിറ്റി നമ്മൾ ഓൾറെഡി എറണാകുളത്ത് ഇതും എടുത്തിട്ട് ഓഫീസും എടുത്തു. ഓൾറെഡി എറണാകുളത്ത് നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു ക്ലാസ് റൂം ഓഫീസ് പ്ലസ് നമ്മളെ MRC സ്ട്രീമിംഗ് സ്കൂളിന്റെ ഒരു ഓഫീസ് ചെറുതായിട്ടല്ല, ഒരു അത്യാവശ്യം ഒരു ഉണ്ട്, അത്യാവശ്യം വലിപ്പമുള്ള